അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മുടെ വീടുകളിലും പറമ്പുകളിലുമൊക്കെ ധാരാളം ചെടികൾ വളർത്തുന്ന സ്വഭാവം നമുക്കുണ്ട്. പല സഹോദരിമാരും അതിൽ വളരെ ഉത്സാഹത്തോടു കൂടി ചെയ്യാറുമുണ്ട്. വീടിൻ്റെ മുറ്റത്ത് ഒരു പൂന്തോട്ടം. എന്നാൽ വിശുദ്ധ ഇസ്ലാം ഇതിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നമുക്ക് അതിനെക്കുറിച്ച് ധാരാളം കാണാൻ കഴിയും. ഫലവൃക്ഷമുള്ള ഫലം കായ്ക്കുന്ന മരങ്ങൾ കൂടുതലായി നട്ടുപിടിപ്പിക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. പൂക്കളുള്ള ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതോടൊപ്പം തന്നെ ധാരാളം ഫലം കായ്ക്കുന്ന മരങ്ങൾ നട്ടുപിടിപ്പിക്കുമ്പോൾ അതിലൂടെ നമുക്ക് ധാരാളം പ്രതിഫലങ്ങൾ വാരിയെടുക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു തആല അത്തരം നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മുത്തുനബിയുടെ ഹദീസുകൾ നമുക്ക് ഒന്ന് നോക്കാം. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മാ മിൻ മുസ്ലിമിൻ യരിസു ഓറസൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു ചെടി നട്ടു, ഔ യസ്റഉ സർഅൻ, അല്ലെങ്കിൽ അവൻ കൃഷി നടത്തി, ഫയഅകുലു മിൻഹു ത്വയ്റ, അങ്ങനെ ആ കൃഷിയിൽ നിന്ന് പക്ഷികൾ ഭക്ഷിച്ചു, ഔ ഇൻസാനുൻ, അല്ലെങ്കിൽ മനുഷ്യന്മാർ ഭക്ഷിച്ചു, ഔ ബഹീമത്തുൻ, അല്ലെങ്കിൽ മൃഗം അവന്റെ കൃഷിയിൽ നിന്ന് അവന്റെ ധാന്യത്തിൽ നിന്ന് ഭക്ഷിച്ചു, ഇല്ലാ കാന ലഹു ബിഹി സ്വദഖ, അത് അവനിക്ക് സ്വതക്കയായിട്ടല്ലാതെ അതിന്റെ പ്രതിഫലം എഴുതപ്പെടുകയില്ല എന്നാണ്. മാഷാ അല്ലാഹ്. നാം നടുന്ന ആ ഫലവൃക്ഷത്തിൽ നിന്നുള്ള ഫലങ്ങൾ അത് മനുഷ്യൻ കഴിക്കുമ്പോഴും പക്ഷികൾ ഭക്ഷിക്കുമ്പോഴും മൃഗങ്ങൾ ഭക്ഷിക്കുമ്പോഴും ഒക്കെ നമുക്ക് പ്രതിഫലം ലഭിക്കുകയാണ്. മാഷാ അല്ലാഹ്, എത്ര വലിയ പ്രതിഫലമാണല്ലേ ഒരു ചെറിയ കാര്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. മറ്റൊരു ഹദീസിൽ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിനെ നമുക്ക് കാണാൻ കഴിയും, മാ മിൻ മുസ്ലിമിൻ യരിസു ഓറസൻ ഇല്ലാ കാന മാ ഉകില മിൻഹു ലഹു സ്വദഖ, ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ ഒരു ചെടിയെ നട്ടു, അതിൽ നിന്ന് ആരൊക്കെ ഭക്ഷിക്കുന്നു അതൊക്കെ അവനക്ക് സ്വതക്കയാണ്. കള്ളൻ അതിൽ നിന്ന് കട്ടുകൊണ്ടുപോയാൽ പോലും അത് അവനക്ക് സ്വതക്കയാണ് എന്ന് മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിച്ച ഹദീസിനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഫലവൃക്ഷമുള്ള തൈകൾ, ഫലം കായ്ക്കുന്ന മരങ്ങൾ നാം ധാരാളമായി നട്ടുപിടിപ്പിക്കുക. നമ്മുടെ ചെടികളും മറ്റുമൊക്കെ നട്ടുപിടിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ കൂടി കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി ഈ വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.